ഹായ് ഹലോ ഗുഡ് ഈവനിങ്. സരിത വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിപ്പോൾ സമയം ഇപ്പം 4 മണി കഴിഞ്ഞു. അപ്പോൾ എവിടെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എനിക്കൊരു എക്സിബിഷനുണ്ട്. എക്സിബിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നർവിൽ ക്ലബ് ബ്ലോസമിൻ്റെ ട്രിവാൻഡ്രം സാൽവേഷൻ ആർമി ഹാളിൽ വെച്ചിട്ട് രാവിലെ സ്റ്റാർട്ട് ചെയ്തതാണ് എക്സിബിഷൻ. ഒരു 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇനി നൈറ്റ് 9 മണി വരെ ഉണ്ട്. അപ്പോൾ രാവിലെ കുറേ തിരക്കുകളുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ ഈവനിങ് ഇറങ്ങാമെന്ന് വെച്ചു. അത് മാത്രമല്ല, എനിക്ക് ഉച്ചയ്ക്ക് ഇറങ്ങി പോകുകയാണെന്ന് വെച്ചാൽ ഭയങ്കര പാടുള്ളൊരു കാര്യമാണ്. രാവിലെ പോയിട്ട് ഉച്ചയ്ക്ക് കയറി വരിക എന്ന് പറയുന്നത് അതിലും വലിയൊരു പാടാണ്. അപ്പോൾ എന്തായാലും ഇത്തിരി വൈകിട്ടൊക്കെ ആയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷെ അത് മാത്രമല്ല, ഞാൻ കുറച്ച് തിരക്കായിരുന്നു. എനിക്ക് ഇന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇത്തിരി ലേറ്റായി. അപ്പോൾ വൈകിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു സംരംഭം കഴിഞ്ഞ വർഷം എനിക്ക് പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. കഴിഞ്ഞ വർഷം എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്രാവശ്യമെങ്കിലും എനിക്കൊന്ന് പോകണമെന്നുണ്ട്. അപ്പോൾ കുറവങ്കോണം സാൽവേഷൻ ആർമി ഹാളിൽ വെച്ചിട്ടാണ് ഈ ഒരു പരിപാടി കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫണ്ട് റൈസറാണ്. അതായത് ഈ ക്യാൻസർ പേഷ്യൻസ് അങ്ങനെ പല ഇതിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഫണ്ട് അവർ റൈസ് ചെയ്തിട്ട് ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് സംഭവം എന്ന് എനിക്കും അവിടെ പോയിട്ട് ഞാൻ വിഷ്വൽ കാണിച്ചു തരാം. പക്ഷേ ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്യുകയാണ്. അപ്പോൾ എന്തായാലും എനിക്ക് വീഡിയോ എടുത്ത് സംസാരിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ടാണ് ഞാനൊരു സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. സോ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ അവിടെ ചെന്നിട്ട് സംസാരിക്കാം. ഓക്കെ. റൗണ്ടൊക്കെ അടിച്ചു ഞാൻ കൊണ്ട് തിരിച്ചുമായിരുന്നു. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് കണ്ടറിയാം. നമ്മുടെ ഇതിൻ്റെ ആള് ബ്ലോസമിൻ്റെ പ്രസിഡന്റ് അല്ലേ? ഫ്ലാറ്റേഴ്സ് ആണ്. അതിന് 10% ഡിസ്കൗണ്ട് ഉണ്ട്. ഞാൻ ചുറ്റി ഒരു അച്ചാറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എങ്ങനെയാണ് നിങ്ങളുടെ സംരംഭമാണോ ഈ അച്ചാറ്? ഞങ്ങൾ വീട്ടിൽ ഉണ്ടാക്കിയ ഒരു കൊറോണ ടൈമിൽ ഞങ്ങൾ ഫ്രീ ടൈം കിട്ടിയപ്പോഴത്തേക്ക് ഉണ്ടാക്കിയതാണ്. അതായത് ഞങ്ങൾ കുറേ ഇന്ത്യയിലുള്ള പല സ്റ്റേറ്റ്സിലുള്ള ട്രഡീഷണൽ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് എല്ലാം കുറേ റിസർച്ച് ചെയ്ത് പഠിച്ചതിന് ശേഷം അതെ ഹെൽത്തി ആയിട്ട് ഒരു പ്രോബയോട്ടിക് എന്നുള്ള രീതിയിൽ അച്ചാർ എങ്ങനെ കൺസ്യൂം ചെയ്യാം, അതായത് നമുക്ക് അൾസറൊന്നും വരാതെ അതിന് വരും ഗട്ട് ബാക്ടീരിയസിനെ, നല്ല ഗട്ട് ബാക്ടീരിയസിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രൊബയോട്ടിക്കിനുള്ള പണ്ടത്തെ മക്കളൊക്കെയായിരുന്നു യൂസ് ചെയ്യുന്നത്. ഏതൊക്കെ പറഞ്ഞാൽ കൊട്ടാരത്തിലൊക്കെ ഉണ്ടാക്കി അതേ മെത്തേഡ്സാണ് ഇതിലെല്ലാം യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഡേറ്റ്സ് എടുക്കാനാണ് വന്നത്. അപ്പോൾ ഡേറ്റ്സ് കിട്ടിയില്ല. അപ്പോൾ ഡേറ്റ്സും വരെ എന്തോ ഒരു സാധനം പറഞ്ഞായിരുന്നു. സ്വീറ്റ് ആൻഡ് സോർ ലെമൺ ഉണ്ട്, സ്വീറ്റ് ആൻഡ് സോർ മാംഗോ ഉണ്ട്. അത് രണ്ടും ഒരു ഗുജറാത്തി സ്പൈസിയാണ്, സ്വീറ്റും ആണല്ലേ? സത്യം പറഞ്ഞാൽ അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഒരു മാസ്മരിക ലോകം തന്നെയായിരുന്നു. സത്യം പറഞ്ഞാൽ ഫുൾ ലൈറ്റ്സിൽ ഈ കളേഴ്സ് എല്ലാം കൂടി കാണുമ്പോൾ നമ്മുടെ മനസ്സുണ്ടല്ലോ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും എത്ര വിഷമമുണ്ടെങ്കിലും
എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഭയങ്കര കാമൻ ക്വയറ്റ്, ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ ഹാങ്ങിങ്, വീട്ടിൽ അലങ്കരിക്കുന്ന സാധനങ്ങൾ, നമ്മുടെ പ്ലേറ്റ്സുകൾ, ഇതൊക്കെ എനിക്ക് ഭയങ്കര, അത് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു അവിടെ സെറാമിക് ടൈപ്പിലുള്ള പ്ലേറ്റ്സിൻ്റെയൊക്കെ ഒരു ശേഖരണം തന്നെ ഉണ്ടായിരുന്നു ആ എക്സിബിഷനിൽ തന്നെ. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കി. ഫുഡ് കോർട്ടും ഉണ്ടായിരുന്നു, ഫുഡ് എക്സിബിഷൻ ഉണ്ടായിരുന്നു, ഒരുപാടില്ലായിരുന്നു, വളരെ ലൈറ്റായിട്ടുള്ള. അപ്പോൾ ഇവിടെ ഡ്രസ്സിൻ്റെ ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ താഴോട്ട് കഴിഞ്ഞപ്പോൾ ഫുഡ് ബേക്കറി വിഷയം എന്ന് പറഞ്ഞിട്ട് ചിത്ര നടക്കുന്ന ഒരു സംഭവം കഴിച്ചു, ടെസ്റ്റ് ചെയ്യാൻ കഴിച്ചു. അപ്പോൾ ഞാനിവിടെ നിൽക്കുകയാണ്. പിന്നെ സാൻഡ്വിച്ച് ഉണ്ടായിരുന്നു, ചിക്കൻ കൊണ്ടുള്ള ഒരു റോൾ പഫ്സ് ഉണ്ടായിരുന്നു, എഗ് പഫ്സ് ഉണ്ടായിരുന്നു, കേക്കിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു, ടീ ഉണ്ടായിരുന്നു, മാംഗോ പുഡിംഗ് ഉണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിന് ശേഷം ഞാനിങ്ങനെ കറങ്ങി വരുകൊണ്ടിരുന്നപ്പോൾ ഈ മാഡത്തെ കണ്ടു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ലൊരു കുഞ്ഞിൻ്റെ ഒരു ചിത്രമൊക്കെ അങ്ങ് വരയ്ക്കുമായിരുന്നു. അപ്പോൾ ഞാൻ സഞ്ജിത്തിനെ ഒരു ചിത്രമൊക്കെ വരയ്ക്കാനൊക്കെ പറഞ്ഞിട്ട് മാഡത്തിൻ്റെ വാട്സാപ്പ് നമ്പറൊക്കെ മേടിച്ചിട്ടാണ് ഞാൻ വീട്ടിലോട്ട് വന്നത്. കാരണം സഞ്ജിത്തിന് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ അവനൊരു ആർട്ടിസ്റ്റാണ്, ആർട്ട് വരയ്ക്കുന്നവനാണ്. അപ്പോൾ അവൻ ഇങ്ങനത്തെയൊക്കെ കാണുകയൊക്കെ ചെയ്യുന്നതും അതിനെ കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അവൻ വന്നില്ല എൻ്റെ കൂടെ. ഇതൊരു ലേഡീസിനെ സംബന്ധിച്ചിട്ടുള്ള എക്സിബിഷൻ ആയതുകൊണ്ട് അവനങ്ങ് വിളിച്ചു. പക്ഷേ അവൻ്റെ 2-3 ഫ്രണ്ട്സൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു എക്സിബിഷൻ സെൻ്റർ ഉണ്ടല്ലോ, ഞാനൊരു 7 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പായിരുന്നു. അങ്ങോട്ട് പോവും ഇങ്ങോട്ട് വരും. എനിക്ക് കണ്ടിട്ട് എന്താണെന്നറിയില്ല, മതി വരുന്നില്ലായിരുന്നു. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഹരിതകർമ്മ സേനയുടെ ഒരു ബോധവൽക്കരണ ക്ലാസ് ഉണ്ടായിരുന്നു. അത് പക്ഷേ കേൾക്കേണ്ട കാര്യം തന്നെയാണ്. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ആ ഒരു വേസ്റ്റ് അത് ഈ ഹരിതകർമ്മ സേന വരുമ്പോൾ നമ്മൾ എങ്ങനെ അത് അവരുടെ കയ്യിലെത്തിക്കണം, എന്തിനാണ് അങ്ങനെ ഒരു സിസ്റ്റം വെച്ചിരിക്കുന്നത്, അതിനെക്കുറിച്ചൊക്കെ പ്രായോഗികമായിട്ട് ഒരു സ്പീച്ചായിരുന്നു ഈ മാഡം സംസാരിച്ചുകൊണ്ടിരുന്നത്. കുറച്ച് നേരം ഞാൻ അതൊക്കെ കേട്ടുകൊണ്ടേയിരുന്നു. അതിന് ശേഷമാണ് പിന്നെ ഞാനൊരു 5:30 ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയത്. ഞാൻ വലിയ രീതിയിലൊന്നും പർച്ചേസൊന്നും ചെയ്തില്ല, വളരെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ അതിനുശേഷം ഞാൻ പോയി നമ്മിയെ കണ്ടു, ബൈക്ക് പറഞ്ഞു. പിന്നെ അവർക്ക് ഒരു ഡിസ്റ്റർബൻസ് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ പുറത്തോട്ടങ്ങ് പോയി. നമ്മൾ ഓരോരുത്തരും നമ്മുടെ തന്നെ വീടിന്റെ ഉൾവശം ഒരു കുറച്ച് സ്ഥലം ഒന്ന് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ അയ്യോ, അവിടെ സംസാരിക്കുന്നുണ്ട്, എനിക്കൊന്നും സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ. അതാ കുറച്ച് മാറിയിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചേ. അപ്പം എക്സിബിഷൻ്റെ കഴിഞ്ഞ് ഞാൻ കുറേയൊക്കെ കളക്ട് ചെയ്തു, കുറച്ച് സാധനങ്ങളൊക്കെ എനിക്ക് മേടിച്ചു. അതിനുശേഷം ഞാനിപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ടൈം പോയത് അറിഞ്ഞില്ല കേട്ടോ. ആക്ച്വലി അത് വിചാരിച്ചിട്ട് ഞാൻ ഓടി വന്നേ. കാരണം എനിക്ക് ഈ ഡ്രസ് മെറ്റീരിയൽസും ജുവൽസും ബാഗും ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ വന്ന് എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെന്താണ്, അറിയാവുന്ന കുറേ പേരെ കണ്ടു, അവരുമായിട്ടൊക്കെ കുറേ നേരം സംസാരിച്ചു. ഇനിയിപ്പോൾ വണ്ടി എടുക്കുന്ന കാര്യത്തിലാണ് ഞാൻ ബുദ്ധിമുട്ടിയിരിക്കുന്നത്. എല്ലാ ഇടയിലും ഇട്ടേക്കുന്ന വണ്ടികൾ എങ്ങനെ തിരിച്ചു പോകുന്നു, നോ ഐഡിയ. ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഞാൻ അവിടെ നിന്നൊക്കെ ഇറങ്ങി നേരെ വീട്ടിലോട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ ഭയങ്കര തിരക്ക്. ഈവനിങ് ആയപ്പോഴും ഒത്തിരി ആൾക്കാർ ഇതിനായിട്ട് ഇറങ്ങുമല്ലോ. അപ്പോൾ എക്സിബിഷനൊക്കെ കാണാനും
ആ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു സമയമാണ്, ഈ ഈവനിങ് സമയം. എനിക്കും അതൊക്കെയാണ് ഇഷ്ടം. അപ്പം എനിക്കാണ് ഒത്തിരി അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പിന്നെ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങണമെന്നുള്ളതായി. പിന്നെ അത്രയും നല്ല റഷായി അവിടെ. അങ്ങനെ അവിടെ നിന്നൊക്കെ ഇറങ്ങി വണ്ടിയൊക്കെ വല്ലച്ചാതിയൊക്കെ അവിടെ നിന്നൊക്കെ വണ്ടി ഉരുപ്പരൊക്കെ എടുത്തു. പാർക്കിംഗ് സൗകര്യം ഉണ്ടായിരുന്നു, പക്ഷെ അത്രയ്ക്ക് ഫുള്ളായി അവിടെ. പിന്നെ ഞാൻ ഇറങ്ങാൻ നേരത്ത് ഹരിതകർമ്മസേനയുടെ ഒരു ബോധവൽക്കരണ ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നടന്നുകൊണ്ട് വരികയായിരുന്നു. അപ്പോൾ എനിക്ക് പിന്നെ ഞാൻ ചെന്ന അമ്മയെടുത്ത് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് അതുവഴി ഇറങ്ങുമായിരുന്നു. അപ്പോൾ നല്ല രസമായിരുന്നു കാണാനൊക്കെ. നല്ലൊരു കണ്ണിനൊക്കെ ഒരു കുളിർമയേകുന്ന കാഴ്ചകളൊക്കെ ആയിരുന്നു. കാരണം ലൈറ്റിൻ്റെ വെട്ടത്തിൽ ആ പ്രകാശത്തിൽ ഇങ്ങനെ ഈ ഡ്രസ്സുകളും ഓർണമെൻറ്റ്സുകളും ഒക്കെ കാണാൻ ഭയങ്കര രസമാണല്ലോ. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ അടുത്ത വിശേഷവുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുമ്പോഴേക്കും ടാറ്റ ബൈ ബൈ. ഓക്കെ, സീ യു, ബൈ ബൈ.